പ്രിയരെ, ഇന്നത്തെ ചിന്ത എല്ലാറ്റിലും മേലും ജയം തരുന്ന ദൈവശക്തി എന്നതാണ്. അതായത് സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിന് അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട് തെറ്റിപ്പോകുന്നു. യേശുവിന്റെ അവസാന ആഴ്ചയുടെ അനുഭവകഥ നമ്മെ ദൈവത്തിന്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിലേക്കും മനുഷ്യരോടുള്ള ദയയിലേക്കും നയിക്കുന്നു. യേശുവിന് യെരൂശലേമിലേക്കുള്ള യാത്രയിൽ ദുഃഖവും ഏകാന്തതയും നേരിട്ടു. ആരാധനയും നിരാകരണവും താൻ അനുഭവിച്ചു. ഗത്ശമനയിലെ പ്രാർത്ഥനയിൽ കർത്താവ് ദൈവത്തിന് തന്നെ സമർപ്പിച്ചു. ക്രൂശിലേക്കുള്ള വഴിയിൽ യേശു മനുഷ്യരുടെ അവഗണനയും സഹിച്ചു. ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും പ്രത്യാശ നഷ്ടപ്പെടരുത് എന്നതാണ്. ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കർത്താവ് നമ്മെ എത്രയോ ആശയോടെ തരുന്നു. യഥാർത്ഥ വിശ്വാസം ദയയിലും ക്ഷമയിലും ഹൃദയത്തിന്റെ ലാളിത്യത്തിലും കാണാം. യേശുവിന്റെ ശൂന്യമായ കല്ലറ ദുഃഖത്തിനും മരണത്തിനും അതിരില്ലെന്നാണ്. അപ്പോൾ തന്നെ ദൈവസ്നേഹത്തിന്റെ ശക്തി എല്ലാം ജയിക്കും എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന ഉറപ്പില് നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് നടക്കാം. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.